ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ പണ്ടത്തെ മുത്തശ്ശിമാരുണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് മസാലകളോ അരക്കിലോ ഒന്നും വേണ്ട. ഇതിൻ്റെ പേര് വന്നിട്ട് കടല ചൂണ്ടൽ എന്നാണ് പറയുക. പണ്ടൊക്കെ മുത്തശ്ശിമാർ പുട്ടിന് അപ്പത്തിനൊക്കെ ഈ കറിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് അസുഖമുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 300 ഗ്രാം കടല രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇതിനൊരു കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ് 2 സവോള. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതാ ഒരു 8 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 2 കാന്താരി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനമാണ് ആവശ്യം. ഞാനിതിനെ ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. കടലയും സവോളയും പച്ചമുളകും ഉപ്പ് ചേർത്ത് ഞാനിവിടെ ഒരു 4 വിസിലടിച്ചപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് മാറ്റിയതാണ്. ഇനി നേരത്തെ പറയാൻ വിട്ടു പോയതായിരുന്നു നാളികേരം. ഇതിലേക്ക് നാളികേരം നിർബന്ധമായിട്ട് വേണം. ഞാൻ ഒരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. സാമാന്യ വലിയ മുറി തന്നെയാണ്. അത് ചേർത്തി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. നാളികേരം മരച്ച് ചേർക്കണം എന്നൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് പണ്ടുള്ളവർ ചെയ്യുക. നാളികേരം ഒന്ന് നല്ലപോലെ എല്ലാവരുടെയും ചേർത്തതിന് ശേഷം ഇനി ഇത് ഒരുപാട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നാളികേരത്തിൻ്റെ പാലെല്ലാം അതിലേക്ക് പിടിച്ചിറങ്ങിക്കൂടും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കടല ചൂണ്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഒരുക്കിയിട്ട് അടച്ച് വയ്ക്കാം. 1 നിമിഷം അടച്ച് വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് പുട്ടിനും അപ്പത്തിനും മാത്രമല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിക്ക് കൂട്ടായി കഴിക്കാനും വളരെ ടേസ്റ്റിയും ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.